നമസ്കാരം. ഇന്നത്തെ ഡി ഫോക്കസ് തുടങ്ങുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകണമെന്നും പ്രസിദ്ധീകരിക്കണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാനം 3 മാസത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ നൽകാനാകില്ലെന്ന സർക്കാർ നിലപാടിനെതിരെയാണ് ഉത്തരവ്. 10 ദിവസത്തിനുള്ളിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടയാൾക്ക് നൽകണമെന്നും ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. അഭിഭാഷകനായ DB ബിനുവാണ് കഴിഞ്ഞ സർക്കാരിന്റെ അവസാനത്തെ 3 മാസം എടുത്ത മന്ത്രിസഭാ തീരുമാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശം നൽകിയത്. എന്നാൽ പൊതുഭരണ വകുപ്പ് ഇതിനുള്ള മറുപടി ഇയാൾക്ക് നിഷേധിച്ചു. മന്ത്രിസഭാ തീരുമാനങ്ങൾ നടപ്പാകാത്ത സാഹചര്യത്തിൽ വിവരങ്ങൾ നൽകാനാകില്ലെന്നായിരുന്നു മറുപടി. എന്നാൽ വിവരാവകാശ നിയമത്തിൽ ഈ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് പറയുന്നത്. ഇതേ തുടർന്നാണ് ബിനു കമ്മീഷനെ സമീപിച്ചത്. 10 ദിവസത്തിനകം വിവരങ്ങൾ ആവശ്യക്കാരന് ലഭ്യമാക്കണമെന്നും 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കണമെന്നും മുഖ്യ വിവരാവകാശ കമ്മീഷൻ വിൻസൻ പോൾ അറിയിച്ചു. വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ കൊടുത്താൽ ക്യാബിനറ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നൽകണം എന്ന് തന്നെയാണ്. അതേസമയം പുതിയ സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളും നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ തയ്യാറായിരുന്നില്ല. ഈ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥനെതിരെ സമാനമായ പരാതികൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കടമക്കുടി, മെത്രാൻകയർ തുടങ്ങിയ നിരവധി വിവാദ ഉത്തരവുകൾ നടന്ന സമയത്തെ മന്ത്രിസഭാ തീരുമാനങ്ങളാണ് വിവരാവകാശ പ്രകാരം ചോദിച്ചിട്ടും നൽകാതിരുന്നത്. ടോബി ജോൺസൺ, മീഡിയ 1, കൊച്ചി. ഈ വിഷയം ഡി ഫോക്കസ് ചർച്ച ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് DB ബിനു കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. മുൻ ചീഫ് സെക്രട്ടറി M വിജയൻ ഉണ്ണി തിരുവനന്തപുരം ബ്യൂറോയിലുണ്ട്. കോൺഗ്രസ് നേതാവ് TN പ്രതാപനെയും CPM നേതാവ് ആനത്തലവട്ടമാനന്ദനെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ TB ബിനു, താങ്കൾ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ ഒരു സുപ്രധാനമായ ഉത്തരവ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. എല്ലാ മന്ത്രിസഭാ തീരുമാനങ്ങളും അതിന്റെ നടപടികളും സംബന്ധിച്ച് അപേക്ഷകന് കൃത്യമായ വിവരം നൽകണമെന്ന കമ്മീഷൻ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു സുതാര്യ ഭരണം എന്നുള്ള നമ്മുടെ സങ്കല്പത്തിന് എത്രമാത്രം കരുത്തു പകരുന്നതാണ് ഇന്നത്തെ കമ്മീഷന്റെ ഈ ഉത്തരവ്? വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റതിന് ശേഷം ശ്രീ വിൻസൻ പോൾ ഈ കേസിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ തീരുമാനം ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റുകൾക്ക് മാത്രം അല്ല ബാധകമായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് 3 മാസത്തെ ആ കടുംവെട്ട് തീരുമാനങ്ങളുടെ പകർപ്പ് ചോദിച്ചപ്പോൾ അത് നൽകാനാവില്ല എന്ന നിലപാട് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സ്വീകരിക്കുകയും അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത്. അതിൽ ഒരു ആവശ്യം ഉന്നയിച്ചത് ഈ തീരുമാനങ്ങൾ മാത്രമല്ല, ഇതൊരു അപേക്ഷ കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നത് എന്തിനാണ്? ക്യാബിനറ്റ് തീരുമാനങ്ങൾ സ്വമേധയാ തന്നെ പ്രസിദ്ധീകരിക്കണം എന്ന വിവരാവകാശ നിയമത്തിലെ 41B വകുപ്പ് അനുസരിച്ച് എന്തുകൊണ്ട് ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നില്ല? പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് പുതിയ മുഖ്യമന്ത്രി അദ്ദേഹം ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് കാര്യമായി നടത്തുന്നില്ല എന്ന് മാധ്യമ പ്രവർത്തകർ പരാതി ഉന്നയിക്കുന്നുണ്ട്. ക്യാബിനറ്റ് തീരുമാനങ്ങളുടെ ഒരു കുറിപ്പ് മാത്രമാണ് കൊടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്ത് തീരുമാനമാണ് ഗവൺമെൻറ് എടുക്കുന്നത് എന്നറിയാൻ ഈ സംസ്ഥാനത്തെ ഓരോ പൗരനും അവകാശമുണ്ട്. കാരണം ഈ തീരുമാനങ്ങൾ ബാധിക്കുന്നത് അവരെയാണ്. അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്ന വ്യവസ്ഥ, അങ്ങനെ ഒരു നിർദ്ദേശം കമ്മീഷൻ സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സർക്കാർ മുന്നോട്ട് വരണം. പഴയ സർക്കാരിനെ വിമർശിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. പഴയ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ നടപടിയെ നമ്മളെല്ലാം അതിരൂക്ഷമായി വിമർശിച്ചതാണ്. പുതിയ ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സർക്കാരിനെ പരാജയപ്പെടുത്തുകയും പുതിയ സർക്കാർ അതിൻ്റെ മാൻഡേറ്റോടെ അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഈ വിവരങ്ങൾ നൽകുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കമ്മീഷൻ എടുത്ത സ്ഥിതിക്ക് ആ തീരുമാനപ്രകാരം മുഴുവൻ ക്യാബിനറ്റ് തീരുമാനങ്ങളും ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ആർജവം ഈ സർക്കാർ കാണിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. റൈറ്റ്, ഞാൻ താങ്കളെ തിരിച്ചു വരാം. ശ്രീ M വിജയൻ ഉണ്ണി, ഇത്തരത്തിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ പൊതുഭരണ വകുപ്പ് നൽകിയ മറുപടി വിവരാവകാശ പ്രകാരം നൽകാവുന്നതും നിയമത്തിന്റെ പരിധിയിൽ വരാത്തതുമായ വിവരങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകാറുണ്ടെന്നും ഇത് വേർതിരിച്ചു നൽകുന്നത് അപ്രായോഗികമാണ് എന്നുമാണ്. ആ ഒരു മറുപടിയാണ് പൊതുഭരണ വകുപ്പ് കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു അപ്രായോഗികമായ നടപടിയാണോ ഈ മന്ത്രിസഭാ യോഗത്തിലെ നടപടികൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്? ഇത് അപ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയാണെന്ന് ഏതെങ്കിലും ഏജൻസി അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് അപ്രായോഗികമെന്ന് പറയാനുള്ള ബാധ്യത കൂടി ആ ഏജൻസിക്ക് തന്നെയാണ്. കാരണം വിവരാവകാശ നിയമം നടപ്പിൽ വന്നിട്ടിപ്പോൾ ഒരു ദശാബ്ദത്തിലധികമായല്ലോ.
ഓരോ ശാബ്ദത്തിൽ അതിനധികമായി. അപ്പോൾ അതുകൊണ്ട് ആദ്യകാലത്തുണ്ടായിരുന്ന സംശയങ്ങളും ഇതിന് നടപടിക്രമങ്ങളിലുള്ള ചില അപാകതകളോ അല്ലെങ്കിൽ അവ്യക്തതയോ ഒക്കെ മാറേണ്ട കാലമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് തീരുമാനങ്ങളെന്ന് പറയുന്നത് അത്യന്തം പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. ജനങ്ങൾ അറിയേണ്ട ആദ്യത്തെ സംഗതി അത് തന്നെയാണ്. കാരണം ക്യാബിനറ്റ് തീരുമാനങ്ങൾ ഗവൺമെൻറ് തീരുമാനങ്ങളായിട്ട് വന്ന് അതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പോലും രഹസ്യ സ്വഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വിവരാവകാശ കമ്മീഷൻ്റെ നിയമത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമാണുള്ളത്? അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല തന്നെയാണിത്. ഇത് വാസ്തവത്തിൽ ഈ ക്യാബിനറ്റ് തീരുമാനങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീരുമാനങ്ങളിൽ ജനങ്ങൾക്ക് അറിയുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വ്യവസ്ഥകളോ അല്ലെങ്കിൽ നടപടിക്രമങ്ങളോ ഇതേവരെ ആയിട്ടില്ലെങ്കിൽ അത് അത്ഭുതകരമാണ്. അത് ഇതിനകം എത്രയോ മുമ്പ് തന്നെ വരേണ്ട കാര്യമായിരുന്നു. ക്യാബിനറ്റ് തീരുമാനങ്ങൾ എന്നോ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളായിരുന്നു. അതായത് വിവരാവകാശ നിയമം വന്ന് ഒട്ടും താമസിയാതെ തന്നെ ആദ്യമായിട്ട് ഞങ്ങളെ അറിയിക്കേണ്ടിയിരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ക്യാബിനറ്റ് തീരുമാനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ അപ്രായോഗികത ഉണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചുമതലയാണ്. എന്തുകൊണ്ട് അപ്രായോഗികം നിങ്ങൾ പറയുന്നു? ഏത് വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പനുസരിച്ച് ഏത് പ്രൊവിഷൻ അനുസരിച്ചാണ് ഇത് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് വിശദീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതുകൂടി കേട്ടതിന് ശേഷം മാത്രമേ നമുക്കതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയേണ്ട കാര്യമുള്ളൂ. മറിച്ച് സാധാരണ നിലയ്ക്ക് ഈ തീരുമാനങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണ്. അതിന് അത് ഇതുപോലെ വെബ്സൈറ്റിലോ മറ്റും ഇടുക തന്നെയാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ നടപടി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ ക്യാബിനറ്റിൻ്റെയും തീരുമാനങ്ങൾ ആരെങ്കിലും അപേക്ഷിച്ചിട്ട് ഒരു ക്യാബിനറ്റിൽ എത്രയോ തീരുമാനങ്ങളുണ്ടാവും. ആ തീരുമാനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മാറ്റിയെന്ന് വരും. അപ്പോൾ അത് ഇതിന് ഇങ്ങനെ അനന്തമായിട്ട് ഈ തീരുമാനങ്ങൾ എല്ലാം അറിയിക്കുക, പിന്നെ അത് മാറ്റിയ വിവരങ്ങൾ പിന്നെ അടുത്ത ഇതിൽ അറിയിക്കുക, ഇങ്ങനെയൊക്കെ പോകുന്നതിന് പകരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വെബ്സൈറ്റിൽ നിന്ന് കൂടെ ഉള്ളതുകൊണ്ട് വെബ്സൈറ്റിൽ തന്നെ അതിലെ ഉചിതമായ സമയത്ത് ഉചിതമായ രീതിയിൽ പ്രസിദ്ധപ്പെടുത്തുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒരു വ്യക്തത വരുത്താനും ജനങ്ങൾക്ക് അതിനെ അറിയാനുള്ള ഒരു സുതാര്യമായിട്ടുള്ള എളുപ്പമായിട്ടുള്ള നടപടിക്രമം ഉണ്ടാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. റൈറ്റ്. ശ്രീ DB ബിനു, തീർത്തും ദുർബലമായ വാദങ്ങളായിരുന്നില്ലേ ഈ സർക്കാരുകൾ ഈ വിവരങ്ങൾ നിഷേധിച്ചുകൊണ്ട് നിരത്തിയിരുന്നത്? ഇന്ന് കമ്മീഷൻ തന്നെ അക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. ദുർബലമായ വാദങ്ങൾ നിരത്തി ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം നിഷേധിക്കരുത് എന്ന്. നേരത്തെ വിജയൻ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് ഈ അപ്രായോഗികത ഉണ്ടാകുന്നു എന്നതിൽ കൃത്യമായൊരു വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടോ? വളരെ വിചിത്രമായ ഒരു നിലപാടാണ് അതിൽ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞ സെക്ഷനിലെ അണ്ടർ സെക്രട്ടറിയായ ശ്രീ BVS മണി കമ്മീഷന് മുമ്പാകെ ബോധിപ്പിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നത് തീരുമാനമെടുത്താൽ മാത്രം തരാൻ കഴിയില്ല, തീരുമാനമെടുത്തി നടപ്പാക്കിയതിന് ശേഷം മാത്രമേ ഈ രേഖകൾ പുറത്തുവിടാൻ കഴിയൂ എന്നാണ്. നമുക്കറിയാം, ഒരു ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് വിവിധ വകുപ്പുകളിലൂടെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സമയമെടുക്കുന്നൊരു പ്രക്രിയയാണ്. അത്തരത്തിലുള്ള പ്രക്രിയയെല്ലാം പൂർത്തിയായതിനു ശേഷം ഈ വിവരം ഏതെങ്കിലും ഒരു കാലത്ത് കിട്ടുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഈ വിവരം കൊടുക്കാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള നിയമവിരുദ്ധവും യുക്തിക്ക് നിരക്കാത്തതും വിചിത്രവുമായ വാദമുഖങ്ങളാണ് കമ്മീഷന് മുമ്പാകെ സംസ്ഥാന സർക്കാർ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മറുപടിയെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് കമ്മീഷൻ സുപ്രധാനമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ഒരു നിയമം നടപ്പാക്കിയതിന് ശേഷം മാത്രം വരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് എടുത്ത ഏതാണ്ട് 800ഓളം തീരുമാനങ്ങൾ, മെത്രാങ്കായൽ, കടമക്കുടി, സന്തോഷ് മാധവന് ഭൂമി കൊടുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കിയതിന് ശേഷം ജനങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് അന്നത്തെ ഗവൺമെൻറ് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം നടപ്പാക്കുക എന്ന ഒരു നടപടിയാണ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ എങ്ങനെയാണ് ഈ നിയമം നടപ്പിലാക്കാൻ കഴിയുക? അപ്പോൾ ഇത് ഗവൺമെൻറ് മനഃപൂർവ്വം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിയമവിരുദ്ധമായ നടപടി സ്വീകരിക്കുകയായിരുന്നു. പലപ്പോഴും മുഖ്യമന്ത്രി ബ്രീഫിങ്ങിൽ പറഞ്ഞത് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറച്ചുവെച്ചു ജനങ്ങളിൽ നിന്ന്. അതിലൊന്നും എനിക്ക് ഓർക്കുന്നു, ശബരി പാത നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചെലവിൻ്റെ പകുതി തുക സംസ്ഥാന സർക്കാർ നൽകണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടിരുന്നു. ക്യാബിനറ്റ് തീരുമാനമെടുത്തു, ഒരു പൈസ പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ശബരി പാത എന്ന സ്വപ്നം അത് സ്വപ്നമായി അവശേഷിക്കും എന്നുള്ള കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ബ്രീഫിങ്ങിലും പുറത്തുവിട്ടില്ല.
അത് വിവരാവകാശ നിയമപ്രകാരം അന്ന് പുറത്തു വന്ന കമ്മീഷൻ്റെ ഇടപെടലിനെ തുടർന്ന് പുറത്തു വന്ന രേഖയാണ്. അതുപോലെ തന്നെയാണ് ശ്രീ ജി കാർത്തികേയൻ്റെ സ്വപ്ന നിയമം എന്ന് വിശേഷിപ്പിക്കുന്ന കേൾക്കപ്പെടാനുള്ള അവകാശം, റൈറ്റ് ടു ബി ഹിയർഡ് എന്ന് പറയുന്ന നിയമം. അത് എല്ലാ നടപടികളും കഴിഞ്ഞ് ബില്ല് അംഗീകരിച്ചു നിയമസഭയിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ്, കാർത്തികേയൻ മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് മന്ത്രിസഭാ യോഗം ചേർന്ന് പിൻവലിക്കുകയായിരുന്നു രഹസ്യമായി. ഈ വിവരം മാസങ്ങൾക്ക് ശേഷമാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നത്. അപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് സൗകര്യപ്പെടുന്ന വിവരങ്ങൾ മാത്രം പുറത്തു വരികയും അല്ലാത്ത തീരുമാനങ്ങൾ രഹസ്യമായി എടുക്കുകയും അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ അറിഞ്ഞാൽ മതി എന്ന ജനാധിപത്യ വിരുദ്ധമായ നിലപാട് പലപ്പോഴും സർക്കാർ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിക്കുന്ന ജനവിരുദ്ധമായ സർക്കാരിനെതിരെയുള്ള വളരെ ശക്തമായ ഒരു താക്കീതാണ്. ഇനിയും വരുന്ന സർക്കാരുകൾ ഇത്തരത്തിലുള്ള വിവരം കൊടുക്കണം. അങ്ങനെ ഒരു അപേക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ അവ സ്വമേധയാ തന്നെ പ്രസിദ്ധീകരിക്കണമെന്ന വിവരാവകാശ നിയമത്തിലെ 4(1)B എന്ന് പറയപ്പെടുന്ന വ്യവസ്ഥ നടപ്പിലാക്കണം എന്നൊരു നിർദ്ദേശം കൂടി കമ്മീഷൻ ഈ സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. റൈറ്റ്, വ്യക്തമാണ്. ഞാൻ അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചെറിയ വേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി എൻ പ്രതാപൻ, മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകണമെന്നും പ്രസിദ്ധീകരിക്കണമെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഉത്തരവിട്ടിരിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ സർക്കാരിന്റെ അവസാനം 3 മാസത്തെ മന്ത്രിസഭാ തീരുമാനങ്ങൾ നൽകാനാകില്ലെന്ന സർക്കാർ നിലപാടിനെയാണ് ഈ ഉത്തരവുണ്ടായിരിക്കുന്നത്. ആ തീരുമാനങ്ങളെല്ലാം 10 ദിവസത്തിനുള്ളിൽ വിവരം ആവശ്യപ്പെട്ടയാൾക്ക് നൽകണമെന്നും ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കണമെന്നതടക്കം നിർണായക ഉത്തരവാണ് വിവരാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഉത്തരവിന്? ഈ ഉത്തരവിനെ സ്വാഗതം ചെയ്യുകയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ആണ് പൂർണ്ണമായ അധികാരം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതികൾ ജനങ്ങളിൽ നിന്നും തീരുമാനങ്ങൾ മറച്ചുവെക്കാൻ പാടുള്ളവരല്ല. ജനങ്ങൾ അറിയാത്ത ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തീരുമാനവും ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് വളരെ വളരെ സ്വാഗതാർഹമാണ്. അത് മുൻ ഗവൺമെന്റുകളുടെ തീരുമാനമായാലും ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനമായാലും ആ തീരുമാനങ്ങളെല്ലാം ജനങ്ങൾക്ക് കൊടുക്കാൻ, വിവരാവകാശ പ്രകാരം കൊടുക്കാനും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിൽ അത് കൃത്യമായും പ്രസിദ്ധീകരിക്കാനും പത്രസമ്മേളനം നടത്തി ജനങ്ങളെ അറിയിക്കാനും ഒക്കെയുള്ള ചുമതല മന്ത്രിസഭയ്ക്കുണ്ട്. ആ ചുമതല ഗവൺമെന്റ് നിർവഹിക്കപ്പെടണം. അത് നിർവഹിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യത്തിലെ സുതാര്യത എന്ന് പറയുന്നത് പൂർണ്ണമായും ഉറപ്പുവരികയുള്ളൂ. പക്ഷെ അപ്പോഴും ശ്രീ ടി എൻ പ്രതാപൻ, നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇക്കാര്യത്തിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? കാരണം കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് എടുത്ത തീരുമാനങ്ങൾ ഒക്കെ താങ്കൾക്കറിയാം. അത് എപ്പോഴാണ് ജനങ്ങൾ അറിഞ്ഞത് എന്നും അറിയാം. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ സർക്കാരും കൃത്യമായ വിവരങ്ങൾ നൽകുന്നുമില്ല. നമ്മുടെ സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൽ മുഴുവൻ വിവരങ്ങളും ജനങ്ങൾക്ക് നൽകുന്നതിൽ ഒരു ഭയം ഉണ്ട് എന്ന് പൊതുജനങ്ങൾ സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയുമോ? അത്തരത്തിൽ പൊതുജനങ്ങൾ സംശയിച്ചാൽ അവർ ഒരു കാരണവശാലും തെറ്റു പറയാൻ കഴിയത്തില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എടുത്ത തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ജനങ്ങൾക്ക് സംശയമുള്ള നിരവധി തീരുമാനങ്ങളുള്ളതായി പരക്കെ ആക്ഷേപമുണ്ടായി പുറത്തു വന്ന അറിയപ്പെട്ട തീരുമാനങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളടക്കം ജനപ്രതിനിധികളായി ഇരുന്നുകൊണ്ട് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് പ്രതികരിക്കാൻ ഇടയായത്. ജനങ്ങൾ അറിയാത്ത, ഞങ്ങൾ പോലും അറിയാത്ത, നമ്മൾ അറിയാത്ത ഒരുപാട് തീരുമാനങ്ങളുണ്ട് എന്ന് വീണ്ടും വീണ്ടും പറയുന്നു. ആ തീരുമാനങ്ങൾ ചോദിച്ചാൽ ആ തീരുമാനം എന്താണെന്ന് പറയാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. അത് ഈ ഗവൺമെന്റിനുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ തീരുമാനമാണെങ്കിലും ഈ ഗവൺമെന്റിനുണ്ട്. അത് കൂടി കൊടുക്കാനുള്ള ബാധ്യത സർക്കാർ ഒരു കാരണവശാലും ഒഴിഞ്ഞുകൂടാ. അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇപ്പൊ 1 മാസം പിന്നിട്ടു. ആ 1 മാസ കാലയളവിൽ മന്ത്രിസഭാ യോഗങ്ങൾ എടുത്ത തീരുമാനങ്ങൾ കൊടുക്കണം. ഇപ്പോഴാണെങ്കിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം പോലും നടത്തുന്നില്ല പലപ്പോഴും മന്ത്രിസഭ തീരുമാനങ്ങൾ വെളിപ്പെടുത്താൻ. അപ്പൊ മന്ത്രിസഭാ തീരുമാനങ്ങൾ വെളിപ്പെടുത്തണം. അതേപോലെ തന്നെ ഗവൺമെന്റ് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അറിയിക്കണം. വിവരാവകാശ പ്രകാരം ആര് ചോദിച്ചാലും അത് കൊടുക്കണം. ദേശീയ തലത്തിൽ കോൺഗ്രസ് ഗവൺമെന്റാണ് വിവരാവകാശ നിയമം കൊണ്ടുവന്നത്. അത് പ്രത്യേകിച്ചും ജനാധിപത്യത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ലോകത്ത് പല പരിഷ്കൃത രാജ്യങ്ങളും മടിച്ചു നിന്നിരുന്ന ഒരു കാര്യമാണ് കോൺഗ്രസ് ഗവൺമെന്റ് ദേശീയ തലത്തിൽ വളരെ സുതാര്യമായ ഭരണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നത്. അതിന്റെ അന്തസത്ത ചോർന്നു പോകുന്നതാണ് പലതും മറച്ചു വെക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് മറച്ചു വെച്ചുകൂടാ. ജനങ്ങൾ ചോദിക്കുമ്പോൾ പ്രതാപൻ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ എം വിജയനുണ്ണി, തീരുമാനങ്ങൾ തീരുമാനിക്കുമ്പോഴല്ല അത് നടപ്പാക്കിയതിനു ശേഷം പൊതുജനങ്ങളെ അറിയിക്കാമെന്നുള്ള ഒരു നിലപാട് എത്രമാത്രം ആശ്വാസകരമാണ്. അത് ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ, എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാനുള്ള ഒരു പുകമറ മാത്രമായല്ലേ അത്തരം സർക്കാരിന്റെ മറുപടിയെ കാണാൻ കഴിയും?
ഇത്തരം ഒരു വിചിത്രമായ മറുപടി എനിക്ക് തോന്നുന്നത്, ഞാൻ ഇപ്പോൾ കേട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തോന്നുന്നത്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ അന്നത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൊടുത്ത ഒരു മറുപടിയാണെന്നാണ് മനസ്സിലാവുന്നത്. അത് സ്വാഭാവികമായിട്ടും അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമായിരുന്നിരിക്കണം, അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കണം ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഈ തരത്തിലുള്ള ഒരു തരത്തിലും ആർക്കും വിശ്വാസ്യതയോ ബോധ്യമോ വരാത്ത ഒരു മറുപടി കൊടുത്തത്. ഇത്തരം ഒരു മറുപടി, അതായത് നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് അറിയിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അബ്സേർഡാണ്. വിവരാവകാശ നിയമത്തിൻ്റെ അന്തസ്സത്തയെ ഒക്കെ എതിരാണെന്ന് മാത്രമല്ല, സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതല്ല അത്തരമൊരു മറുപടിയും അത്തരമൊരു സമീപനവും. ക്യാബിനറ്റ് തീരുമാനങ്ങൾ അറിയിക്കാമോ അറിയിക്കാൻ പറ്റില്ലയോ എന്ന് വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയും ചുമതല. അതിന് പകരം ഇത് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളത് അതിന് വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്രാൻകായല്ല സ്ഥലം മുഴുവൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആ ആൾക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷമാണോ നടപ്പാക്കൽ? അതോ ആ ആൾ അതിനെ പിന്നെ ആ നിയമമനുസരിച്ചല്ല, തീരുമാനമനുസരിച്ച് അതിൻ്റെ ഉപയോഗം മുഴുവൻ നടത്തി കഴിഞ്ഞതിന് ശേഷം എത്ര കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ നടപ്പാക്കിയത് പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുന്നത്? ഇങ്ങനെ ഓരോ തീരുമാനമെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഈ നടപ്പാക്കൽ എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതിയായിരിക്കും. അതിന് ഓരോ തീരുമാനത്തിലും അതിൻ്റേതായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും, നടപ്പാക്കുക എങ്ങനെയാണെന്നുള്ളത്. പിന്നെ മറ്റു പല ക്യാബിനറ്റിലുള്ള പല തീരുമാനങ്ങളും അടുത്ത ക്യാബിനറ്റിലോ അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമോ റദ്ദ് ചെയ്യാറുണ്ട്, അത് മോഡിഫൈ ചെയ്യാറുണ്ട്, അത് വേണ്ടെന്ന് വയ്ക്കാറുണ്ട്. പല തീരുമാനങ്ങളും നടപ്പാക്കാതെ മറന്നുപോയിട്ടുള്ള തീരുമാനങ്ങൾ പോലും കാണാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിന് പ്രാധാന്യമില്ലാതായി കഴിഞ്ഞെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അത് അഗണ്യകോടിയിൽ തള്ളിയുള്ളതായും കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സമീപനം കൊണ്ട് ഈ വിവരാവകാശ നിയമപ്രകാരവും അല്ലാതെയും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ സുതാര്യത വരുത്താനും തീരുമാനങ്ങളും പിന്നെ നടപടികളും ജനങ്ങളെ അറിയിക്കാനുമുള്ള പ്രാഥമിക ബാധ്യതയിൽ നിന്ന് ഗവൺമെൻറ് മാറിപ്പോയിരിക്കുകയാണെന്നർത്ഥം. അതുകൊണ്ട് ഇത് വാസ്തവത്തിൽ ഇതിൻ്റെ സംബന്ധിച്ചുള്ള ഈ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ വളരെ വളരെ വിചിത്രമായിട്ടാണ് തന്നെയാണ് തോന്നുന്നത്, അവിശ്വസനീയമായിട്ടാണ് തോന്നുന്നത്. അത് വാസ്തവത്തിൽ അതിനെ ഒരു ഓർഡറിൽ കൊണ്ടുവരേണ്ടത്, ഏറ്റവും വേഗം തന്നെ ഒരു ഓർഡറിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഇതിൽ ഈ ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന പത്രസമ്മേളനങ്ങൾ, അതുകൊണ്ടൊന്നും വാസ്തവത്തിൽ ഈ നിയമത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാവുന്നില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ തനിക്ക് കിട്ടിയ സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് വളരെ ബ്രീഫായിട്ട് പറഞ്ഞില്ലെന്ന് വരും. അത് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ മാത്രമായിരിക്കും. അത് മാത്രമൊന്നും അല്ല ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുന്നത്. മറിച്ച് ഏറ്റവും ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ള, അതേ സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന തീരുമാനങ്ങൾ ഈ പത്രസമ്മേളനങ്ങളിൽ പുറത്തു പറയാറില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമാണ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ളതുകൊണ്ട്. അപ്പോൾ മറച്ചു വയ്ക്കേണ്ട തീരുമാനങ്ങളാണെങ്കിൽ മറച്ചു വയ്ക്കുക തന്നെ ചെയ്യും. അപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ടോ മുഖ്യമന്ത്രിയുടെ ഔദാര്യം കൊണ്ടോ അല്ല ഈ തീരുമാനങ്ങളെ ജനങ്ങളെ അറിയിക്കേണ്ടത്, മറിച്ച് എല്ലാ തീരുമാനങ്ങളും അറിയിക്കണം. അതിന് പക്ഷേ പ്രായോഗികമായിട്ടുള്ള നടപടിക്രമം ഉണ്ടാക്കണം, അതിനുള്ള സമയക്രമവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അത് ഇതിനകം തന്നെ ചെയ്യേണ്ടതായിരുന്നു വാസ്തവത്തിൽ. അങ്ങനെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇത്തരത്തിലുള്ളൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അവിശ്വസനീയമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായതും ഇങ്ങനൊരു ഓർഡർ വരാനൊക്കെ ഇടയായതും. അതുകൊണ്ട് ഇത് ഇപ്പോഴെങ്കിലും പുതിയ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രയോറിറ്റി അറ്റൻഷൻ കിട്ടിക്കൊണ്ട്, ക്യാബിനറ്റ് തന്നെ ഉള്ള ലെവലിലുള്ള കാര്യങ്ങളായതുകൊണ്ട് പുതിയ ഗവൺമെൻറ്റിൻ്റെ അറ്റൻഷൻ കിട്ടിക്കൊണ്ട് ഇതിനൊരു നല്ല സുതാര്യമായിട്ടുള്ള ശരിക്കും പ്രായോഗികമായിട്ടുള്ള നടപടിക്രമം ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും മറ്റും നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ നല്ല ഒരു സമ്പ്രദായം, സിസ്റ്റം ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് ചെയ്യാൻ. റൈറ്റ്. ശ്രീ എം വിജയനുണ്ണി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. CPM നേതാവ് എം വിജയകുമാർ കൂടി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, അദ്ദേഹത്തിലേക്കും ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചെറിയ വേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. CPM നേതാവ് എം വിജയകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എം വിജയകുമാർ, മന്ത്രിസഭാ തീരുമാനങ്ങൾ വിവരാവകാശ പ്രകാരം നൽകണമെന്ന്, അത് പ്രസിദ്ധീകരിക്കണമെന്നും വിവരാവകാശ കമ്മീഷൻ അസന്നിഗ്ധമായി ഉത്തരവിട്ടിരിക്കുകയാണ്. CPM എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനിതിനെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരു പരിഷ്കൃത ഗവൺമെന്റ് കാര്യങ്ങളെല്ലാം സുതാര്യമായിട്ട് ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു ഭരണകൂടം
അതിനെ സ്വാഗതം ചെയ്യും. തീർച്ചയായിട്ടും നല്ല സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അത്. വിവരാവകാശ കമ്മീഷൻ അതിന്റെ പുതിയ നിലപാട് അല്ലെങ്കിൽ ഉത്തരവിൽ കൂടി പുറത്തു കൊണ്ടുവന്നത് തീർച്ചയായിട്ടും ഈ വിവരാവകാശ നിയമത്തെ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ശ്രീ എം വിജയകുമാർ, ഈ സർക്കാരും അപേക്ഷകന് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല. ഇപ്പോൾ DB ബിനു ഈ സർക്കാരിന്റെ കാലത്താണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ തീരുമാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ അപേക്ഷ നൽകിയത്. അപ്പോൾ പറഞ്ഞ കാര്യം ആ തീരുമാനങ്ങൾ നടപ്പിലാക്കട്ടെ, അതിനുശേഷം അറിയിക്കാം എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് കമ്മീഷൻ ഇന്ന് നിരസിച്ചിട്ടുള്ളതും കൃത്യമായി തന്നെ ഈ വിവരങ്ങൾ കൊടുക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളതും. ഈ സർക്കാരിനും ഇക്കാര്യത്തിൽ ഒരു മടിയുണ്ടോ പൂർണ്ണമായും വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്? മുഖ്യമന്ത്രി ക്യാബിനറ്റ് ബ്രീഫിംഗ് അടക്കം ഒഴിവാക്കിയതും ഈ വിവരാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭരണപരമായിട്ട് അല്ലെങ്കിൽ നയപരമായിട്ടൊരു തീരുമാനമെടുക്കാൻ സമയമാകുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ഇതുവരെയുള്ള കാര്യങ്ങൾ പഴയ സർക്കാരിന്റെ തുടർച്ചയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുള്ള പഴയ സർക്കാരിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ അതിനെ ആ നിലപാടിനെ കാണുന്നത്. പുതിയ സർക്കാർ ഇതിനെ സംബന്ധിച്ച് സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട്. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതുണ്ടാകും, ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. റൈറ്റ്. ശ്രീ DB ബിനു, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. പുതിയ സർക്കാരിൽ നിന്ന് ഇപ്പോൾ എം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാർ ഇക്കാര്യത്തിലുള്ള നയം വ്യക്തമാക്കുന്നതേ ഉള്ളൂ. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നടപടികളാണ് നിങ്ങളടക്കമുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്? ഇനിയുള്ള മുന്നോട്ട് പോക്കിന് ഇന്നത്തെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് എത്രമാത്രം ബലം നൽകുന്നുണ്ട്? ഇതിൽ സർക്കാരിൻ്റെ പോളിസിയുടെ പ്രശ്നത്തിൽ ഉദിക്കുന്നില്ല. ഇത് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ നിയമത്തിനെതിരായി ഒരു പോളിസി ഉണ്ടാക്കാൻ ക്യാബിനറ്റിനും അധികാരമില്ല. ഈ നിയമം മാറ്റാൻ കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ളൂ, അല്ലെങ്കിൽ പാർലമെൻറ്റിന് മാത്രം അധികാരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ പോളിസി ഡിസിഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിലിത്രയേ ഉള്ളൂ, ഈ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സെക്രട്ടേറിയറ്റിലെ സ്ഥിരാകേന്ദ്രങ്ങളിലെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇപ്പോഴും വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വില്ലേജ് ഓഫീസർമാരെയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്ഷനിലുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ലിസ്റ്റിട്ട് സ്ഥലം മാറ്റിയ സർക്കാർ എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ ഭരണസ്ഥിരാകേന്ദ്രത്തിലെ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന സെക്ഷനിൽ ഇരുന്നു കൊണ്ട് വിവരം നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നില്ല? അപ്പോൾ ഇത് പോളിസിയുടെ പ്രശ്നമല്ല. ഗവൺമെൻറ് അത് പ്രവർത്തിക്കണം. ഗവൺമെൻറ് സർക്കാർ മാറുന്നു, പൊളിറ്റിക്കൽ ബ്യൂറോക്രസി മാറുന്നു, പക്ഷേ നമ്മുടെ ബ്യൂറോക്രസി മാറുന്നില്ല. ഇവർ തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു സാങ്കേതികമായി വേണമെങ്കിൽ ഗവൺമെൻറ് പറയാൻ കഴിയും, ഞങ്ങൾ ഒരു വിവരം കൊടുക്കേണ്ടെന്നോ കൊടുക്കാമെന്നോ ഒന്നും ഒരു ഉദ്യോഗസ്ഥന് നിർദ്ദേശം നൽകുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം അങ്ങനെ നിർദ്ദേശം നൽകാനും കഴിയില്ല. പക്ഷേ ഇവിടെ നിയമം പാലിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വേണം. അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ ഈ സുതാര്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു സർക്കാരാണ് നമുക്ക് വേണ്ടത്. അതിന് എതിര് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പുറത്താക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയാണ് സർക്കാർ കാണിക്കേണ്ടത്. പുതിയ സർക്കാരിൽ നിന്നും പുതിയ മുഖ്യമന്ത്രിയിൽ നിന്നും അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്, വ്യക്തമാണ്. സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. വളരെ നന്ദി ശ്രീ DB ബിനു, വിജയനുണ്ണി, TN പ്രതാപൻ, M വിജയകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിൽ. ഇതോടെ ഇന്നത്തെ D-Focus ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയത്ത് കാണാം. ഇനി ഷോമോളുമായി സേഫ് ന്യൂസ് ചേരും. ഒരു ഇടവേളയ്ക്ക് ശേഷം നമസ്കാരം.